ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നമ്മുടെ 1 ഇയർ സ്റ്റഡി പ്ലാനിൻ്റെ 11ാമത്തെ വീക്കിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു 11th വീക്കിൽ നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇറിഗേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കഴിഞ്ഞു, അതേപോലെ സർവേ കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇറിഗേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറിഗേഷനിലെ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നിട്ട് കണ്ടുവരുന്ന ഒരു സെറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് പോയാലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്? ഇറിഗേഷൻ അല്ലേ. എന്താണ് ഇറിഗേഷൻ എന്ന് നോക്കാം. ഇറിഗേഷൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രോപ്പിന് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ക്രോപ്സ് ഒക്കെ വളരണമെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ആവശ്യമുണ്ടല്ലോ, നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈൽഡൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ ഇയറിൽ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യലി വെള്ളം സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇറിഗേഷൻ? ദ പ്രോസസ് ഓഫ് artificially supplying water to the crops. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. അപ്പം ഈ വെള്ളം എങ്ങനെയൊക്കെ നമുക്ക് ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷന് നമുക്ക് മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഇറിഗേഷൻ്റെ മെത്തേഡ്സ് മെയിനായിട്ട് 3 ആൾക്കാരാണുള്ളത്. ഒന്ന്, വെള്ളം വേണമെങ്കിൽ നമുക്ക് സർഫസിൽ കൊടുക്കാം, സോയിലിൻ്റെ സർഫസിൽ സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സർഫസിൻ്റെ അടിയിൽ, അതായത് സബ് സർഫസ് ലെവലിൽ കൊടുക്കാം. ഇത് രണ്ടും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓവർ ഹെഡായിട്ടും കൊടുക്കാം. അങ്ങനെ നമുക്ക് 3 കാറ്റഗറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സർഫസ് ഇറിഗേഷൻ, സെക്കൻഡ് വൺ സർഫസ് ഉണ്ടെങ്കിൽ അടുത്തത് സബ് സർഫസ് ഇറിഗേഷൻ ആയിരിക്കും, സബ് സർഫസ് ഇറിഗേഷൻ. ഇനി ഓവർ ഹെഡായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ നമ്മൾ പറയാം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്. സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ ഓവർ ഹെഡ് ഇറിഗേഷൻ എന്ന് പറയും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനെ വേറെ ഏതെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ നോക്കണ്ടേ. ഈ പറഞ്ഞിരിക്കുന്ന സർഫസ് ഇറിഗേഷൻ തന്നെ ബ്രോഡായിട്ട് പിന്നെയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ ഫ്ലഡിംഗ് മെത്തേഡാണ്. സെക്കൻഡ് വൺ ഫറോ മെത്തേഡാണ്. ഫ്ലഡിംഗ്, ഫറോ മെത്തേഡ് ആൻഡ് കോണ്ടൂർ ഫാമിംഗ്. ഈ ഒരു 3 ടൈപ്പിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. സർഫസ് ഇറിഗേഷൻ തന്നെ 3 രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ ഫ്ലഡിംഗ് മെത്തേഡ്, സെക്കൻഡ് വൺ ഫറോ മെത്തേഡ് ആൻഡ് തേർഡ് വൺ കോണ്ടൂർ ഫാമിംഗ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലഡിംഗ് മെത്തേഡ് എഗെയിൻ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈൽഡ് ഫ്ലഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ കൺട്രോൾഡ് ഫ്ലഡിംഗ് ഉണ്ട്. വൈൽഡ് ഫ്ലഡിംഗ് ഉണ്ട്, കൺട്രോൾഡ് ഫ്ലഡിംഗ് ഉണ്ട്. വൈൽഡ് ഫ്ലഡിങ്ങും കൺട്രോൾഡ് ഫ്ലഡിങ്ങും ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ ഫ്രീ ഫ്ലഡിങ്, സെക്കൻഡ് വൺ ഫ്ലഡിങ് ബൈ കോണ്ടൂർ ലാറ്ററൽസ്, third one check flooding, fourth one basin flooding and fifth one zigzag flooding. ഓക്കെ, ഇതിനൊക്കെ ഫ്ലഡിങ് ഉണ്ട്. അപ്പം നമ്മളുടെ മെത്തേഡ്സ് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഇറിഗേഷൻ മെത്തേഡ്സ് മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്. സർഫസ് ഉണ്ട്, അതായത് നമ്മുടെ സോയിലിൻ്റെ സർഫസിലാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി സബ് സർഫസ് എന്ന് വെച്ചാൽ സോയിലിൻ്റെ സർഫസിന് അടിയിൽ വേരുകൾക്ക് അടുത്തായിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് പൈപ്പ്സ് ഒക്കെ ഇട്ട് സബ് സർഫസ് ലെവലിൽ നിന്ന് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയും. ഇനി തേർഡ് വൺ സോയിലിൻ്റെ സർഫസായി, സോയിലിൻ്റെ അടിവശമായി, സോയിലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വെള്ളം സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ അല്ലെങ്കിൽ ഓവർ ഹെഡ് ഇറിഗേഷൻ എന്ന് പറയാം. ഇനി ഇത് 3ലും സർഫസ് ഇറിഗേഷന് ഇനിയും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലഡിംഗ് മെത്തേഡാണ്, സെക്കൻഡ് വൺ ഫറോ മെത്തേഡ്, തേർഡ് വൺ കോണ്ടൂർ ഫാമിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലഡിംഗ് മെത്തേഡ് തന്നെ 2 രീതിയിലുണ്ട്, വൈൽഡ് ഫ്ലഡിംഗ് ആൻഡ് കൺട്രോൾഡ് ഫ്ലഡിംഗ്. ഇനി കൺട്രോൾഡ് ഫ്ലഡിങ്ങും വൈൽഡ് ഫ്ലഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമുക്ക് എന്താ പറയുക, ഒരു ലിമിറ്റും ഇല്ലാതെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് വൈൽഡ് ഫ്ലഡിംഗ് എന്ന് പറയുക. ഇനി കൺട്രോൾഡ് ഫ്ലഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് മാത്രമേ വെള്ളം സപ്ലൈ ചെയ്യുള്ളൂ. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ കൺട്രോൾഡ് ഫ്ലഡിംഗ് തന്നെ എഗെയിൻ ഒരു 5 ടൈപ്പിലുണ്ട്. ഫസ്റ്റ് വൺ ഫ്രീ ഫ്ലഡിംഗ്, സെക്കൻഡ് വൺ ഫ്ലഡിംഗ് ബൈ കോണ്ടൂർ ലാറ്ററൽസ്, തേർഡ് വൺ ചെക്ക് ഫ്ലഡിംഗ്, ഫോർത്ത് വൺ ബേസിൻ ഫ്ലഡിംഗ്, ഫിഫ്ത്ത് വൺ സിഗ്സാഗ് ഫ്ലഡിംഗ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്സ്. ഇനി നമുക്ക് ഓരോ മെത്തേഡും നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സർഫസ് ഇറിഗേഷൻ ആണ് ഡിസ്കസ് ചെയ്യുക. സർഫസ് ഇറിഗേഷനിൽ വന്നിട്ടുള്ള 3 മെത്തേഡ്സും അതിൻ്റെ സബ് മെത്തേഡ്സും ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ സർഫസ് ഇറിഗേഷൻ ആണ്. സർഫസ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു 75% സപ്ലൈയും ഇറിഗേഷൻ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഇറിഗേഷൻ്റെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് 75%ഉം ഈ പറഞ്ഞിരിക്കുന്ന സർഫസ് ഇറിഗേഷൻ ആണ്. ഇനി സർഫസ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ സോയിലിൻ്റെ സർഫസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് വൺ ഫറോ മെത്തേഡാണ്. ഫറോ മെത്തേഡ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫറോ മെത്തേഡ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. അതായത് നമ്മുടെ ഫീൽഡിനെ എന്ത് ചെയ്യും, ഒരുപാട് ചാനൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടെ കണ്ടോ, നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് ഒരു റിഡ്ജ് പോർഷൻ ഉണ്ട്, ഒരു വാലി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോർഷനും ഉണ്ട്. ഇങ്ങനെ ഹൈറ്റും ഡിപ്രഷനും ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരും. ഇതിന് നമ്മൾ പറയാം ഇങ്ങനെ നാരോ ഡിച്ചസ് കണ്ടോ, വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ നാരോ ഡിച്ചസ് ആണ്. അതായത് കുഴികൾ, ഒരു കുഴി, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫാം ചെയ്യും അല്ലെങ്കിൽ കൃഷി ചെയ്യും. അതിനുശേഷം എഗെയിൻ ഡിപ്രഷൻ. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്രഷൻ, അതായത് പ്ലാന്റിൻ്റെ റോസിനിടയിൽ നമ്മൾ കൊടുക്കുന്ന ഡിച്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫറോ എന്ന് പറയും. ഈ പോർഷനെ നമ്മൾ റിഡ്ജ് എന്ന് പറയും. ഇനി നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിഡ്ജ് പോർഷനിൽ കൃഷി ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിഡ്ജ് പോർഷനിൽ പ്ലാന്റ് ചെയ്യും അല്ലെങ്കിൽ കൃഷി ചെയ്യും, പ്ലാന്റ്സിനെ വളർത്തും. ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ ഫറോ എന്ന് പറയുന്ന ഡിപ്രഷനിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, വെള്ളം പാസ് ചെയ്യും. ഈ ഒരു മെത്തേഡാണ് ചെയ്യുക. ഈ മെത്തേഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഈ പോർഷനെ നമ്മൾ റിഡ്ജ് എന്ന് പറയും. അതേപോലെ ഈ ഡിപ്രഷനെ നമ്മൾ എന്ത് പറയും, ഫറോ എന്ന് പറയും. ഇനി നമ്മൾ എവിടെയാണ് പ്ലാന്റിനെ വളർത്തുക, പ്ലാന്റാണ് ഞാനിങ്ങനെ ഇലയായിട്ട് കാണിച്ചിരിക്കുന്നത്. റിഡ്ജ് പോർഷനിലാണ് നമ്മൾ പ്ലാന്റിനെ വളർത്തുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ഫറോ എന്താണെന്ന് പറഞ്ഞു. ഫറോ എന്ന് പറഞ്ഞാൽ നാരോ ഡിച്ചസ് ബിറ്റ്വീൻ റോസ് ഓഫ് ക്രോപ്പ്. ഇനി ക്രോപ്സ് എവിടെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്, റിഡ്ജ് പോർഷനിലല്ലേ, അതുകൂടെ ഓർത്ത് വെക്കുക. ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ റിഡ്ജ് ബിറ്റ്വീൻ ദ ഫറോസിനിടയിലുള്ള റിഡ്ജസിലാണ് നമ്മൾ വളർത്തുക. ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പൊട്ടറ്റോ, മെയ്സ്, ഗ്രൗണ്ട്നട്ട് പോലുള്ള കൃഷികൾക്കാണ് ഇത് വളരെ യോഗ്യമായിട്ടുള്ളത്. അതുകൂടെ ഓർത്ത് വെക്കുക. മെയ്സ്, അതേപോലെ ഗ്രൗണ്ട്നട്ട്, പൊട്ടറ്റോ, ഈ 3 പ്ലാന്റ്സിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഫറോയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കൂടെ അറിഞ്ഞു വെക്കാനുണ്ട്. അതും ചില എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെയാണല്ലോ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഫറോ ഉണ്ടാവുക. ഈ പറഞ്ഞിരിക്കുന്ന ഫറോയുടെ 2 ടൈപ്പിൽ നമുക്ക് ഈ ഡിപ്രഷൻ കൊടുക്കാം. ഷാലോ ഡെപ്തിലും കൊടുക്കാം, ഡീപ്പർ ഡെപ്തിലും കൊടുക്കാം. അതായത് ഓരോ പ്ലാന്റിനും വേണ്ട വാട്ടർ റിക്വയർമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഈ കുഴിയുടെ ഡെപ്ത് കൂടുതൽ കൊടുക്കും, കുറവ് കൊടുക്കും. അപ്പോൾ ആ ഡെപ്ത് അനുസരിച്ചിട്ട് ഷാലോ ഫറോ ഉണ്ട്. ഷാലോ ഫറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 8 മുതൽ 12 മീറ്റേഴ്സ് മാത്രം ഡെപ്താണ് ഉള്ളതെങ്കിൽ, സെൻറ്റിമീറ്റേഴ്സ് ആണ്. 8 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ മാത്രമാണ് ഡെപ്ത് എങ്കിൽ അതിനെ നമ്മൾ ഷാലോ ഫറോ എന്ന് പറയും. ഇനി ഡീപ്പ് ഫറോ ഉണ്ട്. ഡീപ്പ് ഫറോ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെപ്ത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. 20 to 30 സെൻറ്റിമീറ്റേഴ്സ് ഡെപ്ത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീപ്പ് ഫറോ എന്ന് പറയും. ഇനി നമ്മളൊരു കുഴി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡെപ്തും അതേപോലെ ഇഷ്ടമുള്ള വിഡ്ത്തൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ വലിയ വിഡ്ത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിനൊരു റേഞ്ച് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. എൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫറോയുടെ വിഡ്ത്തൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സാധാരണ വിഡ്ത്ത് ഓഫ് ഫറോ എത്ര കൊടുക്കാൻ നമുക്കൊന്ന് നോക്കാം. വിഡ്ത്ത് ഓഫ് ഫറോ ആണ് പറയുന്നത്
സാധാരണയായിട്ട് നമ്മൾ 25 സെൻറ്റിമീറ്റേഴ്സ് ആണ് വിഡ്ത്ത് കൊടുക്കാറ്. അതായത് ഈ വിഡ്ത്താണ് പറയുന്നത്, 25 സെൻറ്റിമീറ്റേഴ്സ് ആണ് കൊടുക്കാറ്. ഇനി സ്ലോപ്പും ചില സമയത്ത് നമുക്ക് വെള്ളം സ്മൂത്തായിട്ട് ഒഴുകി പോകാനൊക്കെ വേണ്ടിയിട്ട് സ്ലോപ്പ് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ജനറലി കൊടുക്കുന്ന സ്ലോപ്പ് ഉണ്ട്. ജനറലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് റേഞ്ച് ഉണ്ട്, അത് അറിഞ്ഞു വെക്കണം. ജനറൽ സ്ലോപ്പാണ്. ജനറൽ സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക 0.2 to 6% ആണ് നമ്മൾ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറ്. ഇനി ഒരു മിനിമം സ്ലോപ്പ് എപ്പോഴും ഇവിടെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മിനിമം സ്ലോപ്പ് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിനെ സ്മൂത്ത് ആയിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് ഒരു മിനിമം സ്ലോപ്പ് വേണം. പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വെള്ളം തങ്ങി നിൽക്കുകയാണ് ചെയ്യുക. അത് ഒഴിവാക്കാൻ വേണ്ടി വെള്ളത്തിന് ഫ്ലോ ചെയ്യാനൊരു ചെറിയ സ്ലോപ്പ് വേണം. അതാണ് മിനിമം സ്ലോപ്പ്. സാധാരണ മിനിമം സ്ലോപ്പ് 0.05% ആണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ ഈ ഫിഗറിലേക്കൊന്ന് നോക്കിയേ. ഇതിൽ നമ്മൾ ടോട്ടൽ ഇറിഗേഷൻ ഏരിയ എടുക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയിലും നമ്മൾ വെള്ളം കൊടുക്കണ്ടോ? ഇല്ലല്ലോ. നമ്മൾ വെള്ളം എവിടെയാണ് കൊടുക്കുന്നത്? നമ്മൾ കുഴിച്ച കുഴിയിൽ കൂടെ അല്ലെങ്കിൽ ആ ഡിച്ചസിൽ കൂടെയാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അതായത് മൊത്തം ഏരിയയിലും വെള്ളം കൊടുക്കുന്നില്ല. സാധാരണ ഒരു ലാൻഡിൻ്റെ പകുതി പോർഷൻ അല്ലെങ്കിൽ 1/5 പോർഷൻ വരെ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? വെള്ളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മുടെ മൊത്തം ലാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ 1/5 ഏരിയ അല്ലെങ്കിൽ 1/2 to 1/5 ഏരിയയിലാണ് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ ലോസസ് എന്തായിരിക്കും? കുറവായിരിക്കില്ലേ? വെള്ളം സപ്ലൈ ചെയ്യുന്ന ഏരിയ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ ലോസും അതേപോലെ തന്നെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും ഈ ഒരു മെത്തേഡിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓൺലി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയാം. ഓൺലി 1/2 to 1/5 ഓഫ് ലാൻഡ് need to be irrigated. അതേപോലെ തന്നെ ലോസസ്, വെള്ളം ഉള്ള ഏരിയ വളരെ കുറവാണ്. വളരെ കുറവല്ല, പകുതി മുതൽ 1/5 വരെ ഏരിയാസിലാണ് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ ലോസസ് കുറവായിരിക്കും. ഇവാപ്പറേഷൻ ലോസസ് ആർ ലെസ്. അതേപോലെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി വിൽ ബി ഹൈ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അറിഞ്ഞു വെക്കുക. ഇനി ഇതേപോലെ തന്നെ അടുത്ത മെത്തേഡിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് റിഡ്ജ്, എന്താണ് ഫറോ. റിഡ്ജ് എന്ന് വെച്ചാൽ രണ്ട് ഡിച്ചസിനിടയിലുള്ള ഹയർ പോർഷനെ നമ്മൾ റിഡ്ജ് എന്ന് പറയും. നമ്മൾ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത് റിഡ്ജിലാണ്. ഇനി ഈ ഫറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരോ ഡിച്ചസ് ആണ്. ഈ ഫറോയുടെ ഡെപ്ത് അനുസരിച്ചിട്ട് ഷാലോ ഉണ്ട്, അതേപോലെ തന്നെ ഷാലോ ഫറോ ഉണ്ട്, ഡീപ്പ് ഫറോ ഉണ്ട്. ഷാലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 8 to 12 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും ഡെപ്ത് വരിക. ഡീപ്പ് ഫറോ ആകുമ്പോൾ 20 to 30 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ ഡെപ്ത് വരിക. ഇനി വിഡ്ത്ത് ഓഫ് ഫറോ ജനറലി നമ്മൾ 25 സെൻറ്റിമീറ്റേഴ്സ് ആണ് കൊടുക്കാറ്. പിന്നെ അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവും. മിനിമം സ്ലോപ്പ് 0.05% ആണ് കൊടുക്കേണ്ടത്. ഇനി ആ ഒരു സ്ലോപ്പിൻ്റെ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 0.2-നും 0.6-നും ഇടയിലാണ് ആ റേഞ്ച് വരിക. ഇനി നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത് ഡിച്ചസിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡിൽ മൊത്തത്തിൽ വെള്ളമൊന്നും കൊടുക്കുന്നില്ല. ഒരു 1/2 to 1/5 ഏരിയയിൽ മാത്രമേ വെള്ളം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും ഇവിടെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇവാപ്പറേഷൻ ലോസസ്, ഏരിയ കുറവായതുകൊണ്ട് തന്നെ, വെള്ളമുള്ള ഏരിയ കുറവായതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ ലോസസും മിനിമം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഫാമിംഗ്. കോണ്ടൂർ ഫാമിങ്ങിന് വേറെ രണ്ട് പേരുകളും കൂടി ഉണ്ട്. സ്റ്റെപ്ഡ് ഫാമിംഗ്, അതേപോലെ തന്നെ ടെറസ് ഫാമിംഗ്. ഈ പേരുകളും കൂടെ ഓർത്ത് വെക്കുക. കോണ്ടൂർ ഫാമിങ്ങിൻ്റെ വേറെ പേരുകളാണ്. സ്റ്റെപ്ഡ് ഫാമിംഗ് എന്ന് പറയും, ടെറസ് ഫാമിംഗ് എന്ന് പറയും. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റീപ്പ് സ്ലോപ്പുള്ള സ്ഥലങ്ങൾ, നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഹയർ എന്താ പറയുക, നമ്മുടെ ഹില്ലി ഏരിയാസിലൊക്കെ പോകുന്ന സമയത്ത്, വയനാട് ഇടുക്കിയിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടില്ലേ? അതിങ്ങനെ തട്ടായിട്ടല്ലേ കൃഷി ചെയ്തിരിക്കുന്നത്, സ്ലോപ്പ് കൂടിയ സ്ഥലങ്ങളിൽ. ആ ഒരു ടൈപ്പ് ഓഫ് കൃഷിയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയെ, ഇതെൻ്റെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുള്ള സ്ഥലമായിരുന്നു. ആ ഭൂമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പായിട്ട് മാറ്റുന്നു. അങ്ങനെ തട്ടുകളായിട്ട് കൃഷി ചെയ്യുന്നു. ആ തട്ടായിട്ടുള്ള കൃഷിക്ക് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്.
അതായത് സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പായിരുന്നു. ഈ സ്റ്റീപ്പ് സ്ലോപ്പിനെ എന്താക്കി മാറ്റി? സ്റ്റെപ്പുകളാക്കി മാറ്റി. അതായത് ഇങ്ങനെ സ്റ്റെപ്പിഡാക്കി മാറ്റിയിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ടെറസ് എന്ന് പറയും. ഇങ്ങനെ ഹൊറിസോണ്ടലി കിട്ടുന്ന പോർഷനെ നമ്മൾ ടെറസ് എന്ന് പറയും. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ ഓരോ ടെറസാണ്. ഈ കാണിച്ചിരിക്കുന്ന ഓരോ പോർഷനും ടെറസാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? കൃഷി ചെയ്യുന്നതിനെയാണ് ഞാനിങ്ങനെ ഇലയായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറയാം? ഇൻ ഹില്ലി റീജിയൻ, ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ ഹില്ലി റീജിയൻ വിത്ത് ഹെവി സ്ലോപ്പ് അല്ലെങ്കിൽ വിത്ത് സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയാം. ഇനി നമ്മുടെ ലാൻഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ കുറേ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ തട്ടുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ലാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു number of strips known as, എന്താണ് ആ സ്ട്രിപ്പിൻ്റെ പേര്? എന്താണ് പറഞ്ഞത്? ടെറസ്. സ്ട്രിപ്പിൻ്റെ പേര് ടെറസ് എന്ന് പറയും. ഇനി ഇങ്ങനെ ചെയ്യുക വഴി നമുക്ക് എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? തട്ടായിട്ട് കൃഷി ചെയ്യുക വഴി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോയിൽ ഇറോഷൻ തടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എന്താ നമ്മൾ പറയുക? മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, തട്ടായിട്ട് കൃഷി ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇവിടെ കോണ്ടൂർ ഫാമിംഗ് ചെയ്യുക വഴി നമുക്ക് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഓക്കെ, ഇത്രയാണ് കോണ്ടൂർ ഫാമിങ്ങിൽ പറയാനുള്ളത്. ഇതാണ് കോണ്ടൂർ ഫാമിങ്ങിൻ്റെ ഫിഗർ. ഇനി നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലഡിങ് മെത്തേഡായിരുന്നു. ഈ ഫ്ലഡിങ് മെത്തേഡ് തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞു നമ്മൾ. ഏതൊക്കെയാണ്? ഫ്ലഡിങ് മെത്തേഡ് എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു? ലാൻഡിലേക്ക് അങ്ങ് ഒഴുക്കി വിടുന്നു. വെള്ളം നമ്മൾ അങ്ങ് ഒഴുക്കി വിടുന്ന മെത്തേഡാണ് ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുണ്ട്. വൈൽഡ് ഫ്ലഡിങ്, അതേപോലെ തന്നെ വൈൽഡ് ഫ്ലഡിങ്ങിനെ നമ്മൾ അൺകൺട്രോൾഡ് ഫ്ലഡിങ് എന്ന് പറയും. വൈൽഡ് ഫ്ലഡിങ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഫ്ലഡിങ്. സെക്കൻഡ് വൺ കൺട്രോൾഡ് ഫ്ലഡിങ്. ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിലാണ് കുറേ ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ കുറേ ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി വൈൽഡ് ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയന്ത്രണവും ഇല്ലാതെ. വൈൽഡ് ഫ്ലഡിംഗ് എന്ന് വെച്ചാൽ ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് നമുക്കിഷ്ടമുള്ള വെള്ളം അങ്ങ് ഫീൽഡിലേക്ക് ഒഴുക്കി വിടുന്നതിനെയാണ് വൈൽഡ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെള്ളം ഒരു കൺട്രോളും ഇല്ലാണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഒഴുക്കി വിടുന്നു. അതത്ര നല്ലതല്ലല്ലോ, കാരണം ലോസസ് ഒക്കെ കൂടുതലായിരിക്കും. ഇതാണ് വൈൽഡ് ഫ്ലഡിംഗ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഫ്ലഡിംഗ്. അതായത് ഇവിടെ നമുക്ക് ലാൻഡ് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഡെപ്ത് ഓഫ് വാട്ടർ ഒന്നും നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറയാം? നോ കൺട്രോൾ ഓവർ ഡെപ്ത് ഓഫ് വാട്ടർ. അതേപോലെ തന്നെ നോ ലാൻഡ് പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ്. നോ ലാൻഡ് പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പം ഇത് അത്ര നല്ല മെത്തേഡല്ല, കാരണം നമുക്ക് ഡെപ്ത് ഓഫ് വാട്ടർ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊരു നല്ല മെത്തേഡല്ല. ഇനി ഡെപ്ത് ഓഫ് വാട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡാണ് കൺട്രോൾഡ് ഫ്ലഡിങ്. അതായത് നമുക്ക് വേണ്ടത്ര ഡെപ്തിൽ നമുക്കത് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മെത്തേഡാണ് കൺട്രോൾഡ് ഫ്ലഡിങ്. ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഇനി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ വരുന്ന ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ഫ്രീ ഫ്ലഡിങ് ആണ്. ഓക്കെ, ഫ്രീ ഫ്ലഡിങ് പോലെ തന്നെ അടുത്തൊരു മെത്തേഡും കൂടെ നമ്മൾ പറയും. ഫ്രീ ഫ്ലഡിങ്. ഇപ്പം നമ്മൾ കൺട്രോൾഡ് ഫ്ലഡിങ്ങിൻ്റെ ടൈപ്പിലേക്കാണ് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫ്രീ ഫ്ലഡിങ് ആണ്. ഫ്രീ ഫ്ലഡിങ് എന്ന് വെച്ചാൽ നമുക്കൊരു മെയിൻ സപ്ലൈ കനാൽ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ സപ്ലൈ ഡിച്ച് ഉണ്ടാവും. വെള്ളം വരുന്ന മെയിൻ സപ്ലൈ ഉള്ള ഡിച്ചാണിത്. ഈ കനാലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിച്ചാവാം. ഈ മെയിൻ കനാലിൽ നിന്ന് ഇവിടേക്ക് കണ്ടോ വെള്ളം എടുത്തിരിക്കുന്നു. ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ഡിച്ചസ് അല്ലെങ്കിൽ ലാറ്ററൽസ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയനെ കുറേ സ്ട്രിപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇത് കണ്ടോ, ഇതൊരു സ്ട്രിപ്പല്ലേ? ഇനി ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ നോക്കൂ, ഇതൊരു സ്ട്രിപ്പാണ്. ഇങ്ങനെ ടോട്ടൽ ഏരിയനെ ഒരുപാട് സ്ട്രിപ്പുകളാക്കിയിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് മെയിൻ കനാലിൽ നിന്ന് വെള്ളം നമ്മളൊരു ലാറ്ററൽസിലേക്ക് എടുക്കും. അതായത് സ്മോൾ ഡിച്ചസിനെയാണ് നമ്മൾ ലാറ്ററൽസ് എന്ന് പറയുക. എന്നിട്ട് ലാറ്ററൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫീൽഡിലേക്ക് വെള്ളം കൊടുക്കുന്നു.
ലാറ്ററൽസിൽ നിന്ന് കണ്ടോ ഫീൽഡിലേക്ക് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ മെയിൻ കനാലിൽ നിന്ന് വന്ന് ലാറ്ററൽസിലേക്ക് കയറി പുറത്തേക്ക് എത്തുന്നു, ഫീൽഡിലേക്ക് എത്തുന്നു. ഇവിടെ നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് റെഗുലേറ്റേഴ്സ് ആണ്. ഈ റെഗുലേറ്റേഴ്സ് വഴി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ ലാൻഡിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കുറേ സ്ട്രിപ്പാക്കി മാറ്റണം. ഇനി ഓരോ സ്ട്രിപ്പിൻ്റെയും വിഡ്ത്ത് നമ്മൾ ജനറലി പ്രൊവൈഡ് ചെയ്യുക 15 to 45 സെൻറ്റിമീറ്റേഴ്സ് വിഡ്ത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 15 to 45 സെൻറ്റിമീറ്റേഴ്സ് വിഡ്ത്തുള്ള സ്ട്രിപ്പുകളാക്കി നമ്മുടെ ലാൻഡിനെ മാറ്റുക. അതിനുശേഷം മെയിൻ കനാലിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ സപ്ലൈ ഡിച്ചിൽ നിന്ന് ഒരു ലാറ്ററൽസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ലാറ്ററൽസിൽ നിന്ന് നമ്മുടെ ഓരോ സ്ട്രിപ്പിലേക്കും വെള്ളം സപ്ലൈ ചെയ്യും. അപ്പോൾ ഇതെപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇറഗുലർ ടോപ്പോഗ്രഫി. എവിടെയാണ് സ്യൂട്ടബിൾ ആയതെന്ന് അറിഞ്ഞിരിക്കണം. ഇറഗുലർ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ റോളിംഗ് ലാൻഡിലാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഏരിയ എന്ത് ചെയ്യുന്നു? ഏരിയ സ്ട്രിപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്ട്രിപ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചാനൽസ് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലാറ്ററൽസ് എന്ന് പറയുന്നത്. മെയിൻ ഡിച്ചിൽ നിന്ന് ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ചാനൽസിനെ നമ്മൾ ലാറ്ററൽസ് എന്ന് പറയും. എന്നിട്ട് ലാറ്ററൽസിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്ട്രിപ്പിലേക്ക് വെള്ളം പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയാം? ഫീൽഡ് ചാനൽസ് ആർ യൂസ്ഡ്. ഈ ഫീൽഡ് ചാനൽസിനെ നമ്മൾ എന്താ പറയുക? ലാറ്ററൽസ് എന്ന് പറയും. ഫീൽഡ് ചാനൽസിനെ നമ്മൾ ലാറ്ററൽസ് എന്ന് പറയും. ഓക്കെ, ഫീൽഡ് ചാനലിനെ നമ്മൾ എന്ത് പേര് പറയും? ലാറ്ററൽസ് എന്ന് പേര് പറയും. ഇത്രയാണ് ഫ്രീ ഫ്ലഡിങ്ങിൽ അറിഞ്ഞു വെക്കേണ്ടത്. ഇനി ഫ്രീ ഫ്ലഡിങ് പോലെ തന്നെയുള്ള അടുത്തൊരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്, കോണ്ടൂർ ലാറ്ററൽസ്. കോണ്ടൂർ ലാറ്ററൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെയിം ടൈപ്പ് പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഫ്രീ ഫ്ലഡിങ്ങിൻ്റെ അതേപോലെ തന്നെയാണ്. നമ്മൾ ലാൻഡിനെ നമ്പർ ഓഫ് സ്ട്രിപ്സ് ആക്കി മാറ്റും. ലാറ്ററൽസ് വഴിയാണ് മെയിൻ കനാലിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ ഡിച്ചിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് ഫീൽഡിലേക്ക്. പക്ഷേ ഈ ലാറ്ററൽസ് അറേഞ്ച് ചെയ്യുന്നത് കോണ്ടൂർ ലൈൻ ഏതാണോ ആ കോണ്ടൂർ ലൈനിൻ്റെ അതേപോലെയാണ് ലാറ്ററൽസ് അറേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോണ്ടൂറിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ലാറ്ററൽസ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയും. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? ഒരു മെയിൻ ഡിച്ച് ഉണ്ട്. മെയിൻ ഡിച്ചിൽ നിന്ന് വെള്ളം വരുന്നു, ലാറ്ററൽസിലേക്ക് വരുന്നു, ലാറ്ററൽസിൽ നിന്ന് ഫീൽഡിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഫീൽഡ് നമ്പർ ഓഫ് സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് സ്യൂട്ടബിൾ? സെയിം പോലെ തന്നെ പ്രീ ഫ്ലഡിങ്ങിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷെ ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കോണ്ടൂർ പോകുന്ന ആ പോർഷനിൽ കൂടെ അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാറ്ററൽസ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹില്ലി റീജിയൻ അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് വരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്റ്റീപ്പർ ടെറൈൻ വരുന്ന സ്ഥലങ്ങളിലാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. ഇനി ഫീൽഡ് ചാനൽ കോണ്ടൂറിനനുസരിച്ചിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫീൽഡ് ചാനൽസ് ആർ അറേഞ്ച്ഡ് അല്ലെങ്കിൽ അലൈൻഡ് എലോങ് കോണ്ടൂർ. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോണ്ടൂർ ലൈൻസ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? സെയിം എലിവേഷനിലുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ അല്ലേ കോണ്ടൂർ ലൈൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 50 മീറ്റർ ഹൈറ്റ് ആണെന്ന് കരുതുക. ഇതപ്പം ചിലപ്പം 49 മീറ്റേഴ്സിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ 51 മീറ്റേഴ്സിൻ്റെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമല്ലേ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 51 മീറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ ഹൈറ്റ് കുറവും ഇവിടെ ഹൈറ്റ് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഒരു ഇൻ്റർവെല്ലാവുമ്പോൾ ശരിക്കും എങ്ങനെ വരും? നമ്മൾ റിംഗ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? ഈ ഒരു പോർഷനിൽ നമുക്ക് ലാറ്ററൽസ് ഉണ്ടെങ്കിൽ തൊട്ട് താഴത്തെ പോർഷനിലേക്ക് മാത്രമേ വെള്ളത്തിന് കൊടുക്കുള്ളൂ. രണ്ട് ഡയറക്ഷനിലേക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം കോണ്ടൂർ ലൈൻസിനോട് അലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിൽ മാത്രമേ വെള്ളത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിൽ മാത്രമേ വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ട് ഡയറക്ഷനിലേക്കും ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. സപ്ലൈ ഓഫ് വാട്ടർ ഇൻറ്റു വൺ സൈഡ്
ഓഫ് ലാറ്ററൽ. ലാറ്ററലിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് വെള്ളത്തിന് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്തൊരു മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡാണ്. ബോർഡർ സ്ട്രിപ്പ് മെത്തേഡിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതാണ് അതിൻ്റെ ഫിഗർ. നമുക്കിവിടെ ഒരു മെയിൻ സപ്ലൈ ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ സപ്ലൈ കനാൽ ഉണ്ടാവും. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ലെവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരമ്പുകൾ. വരമ്പ് അറിയില്ലേ, നമ്മൾ പാടത്തിൻ്റെയൊക്കെ സൈഡിൽ കാണുന്ന വരമ്പ് കണ്ടിട്ടില്ലേ? അതായത് ചെറിയൊരു ഹൈറ്റിൽ നമ്മൾ വരമ്പ് കെട്ടി കൊടുക്കുമ്പോൾ വെള്ളത്തിന് തങ്ങി നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൺസ്ട്രക്ട് ചെയ്യുക, ലെവീസ് അല്ലെങ്കിൽ വരമ്പുകൾ വെച്ചിട്ട് നമ്മളെ ലാൻഡിന് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ ഓരോ ലെവീസാണ്. ഈ ലെവീസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ലാൻഡ് സ്പ്ലിറ്റ് ആയല്ലോ. എന്നിട്ട് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. അപ്പം ഇൻലെറ്റിൽ നിന്ന് വന്ന് താഴത്തേക്ക് ഫ്ലോ ചെയ്യും, ഔട്ട്ലെറ്റിലേക്ക് ഫ്ലോ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇവിടെയും ലാൻഡിനെ നമ്പർ ഓഫ് സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക, ലെവീസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക. എന്താണ് ലെവീസ്, എന്താണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ലെവീസ് ആണ്. ലെവീസിന് നമ്മൾ വേറെ കുറച്ച് പേരുകളും കൂടെ പറയും. ബോർഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ചെക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സ്മോൾ ബണ്ട് എന്നൊക്കെ പറയാം. ലെവീസ്, ബോർഡർ, ചെക്ക് അല്ലെങ്കിൽ സ്മോൾ ബണ്ട് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ എന്ത് പറയും, വരമ്പ് കെട്ടുന്നതിനാണ് ഈ പറയുന്ന പേര്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് സ്ട്രിപ്സ് ബൈ ലെവീസ്. ഇനി ഇവിടെ നമുക്ക് യൂണിഫോം സ്ലോപ്പും അതേപോലെ തന്നെ മീഡിയം ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ റേറ്റും ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് സ്യൂട്ടബിൾ ആവുക. മീഡിയം സ്ലോപ്പ്, ഹയർ സ്ലോപ്പ് ഒന്നും വരരുത്. ഹയർ സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വെള്ളം ഒഴുക്കി വിടുമ്പോൾ തന്നെ ഔട്ട്ലെറ്റിലെത്തും. ഇവിടെ നിന്ന് നമ്മൾ വെള്ളം ഒഴുക്കി വിടുമ്പോൾ തന്നെ ഔട്ട്ലെറ്റിലേക്ക് എത്തിപ്പോവും. അതുകൊണ്ട് ഹെവിയർ സ്ലോപ്പിലൊന്നും ഇത് സ്യൂട്ടബിൾ ആവില്ല. ഒരു യൂണിഫോം സ്ലോപ്പും അതേപോലെ മീഡിയം ഇൻഫിൽട്രേഷൻ റേറ്റും ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആവുക. Suitable for soil with medium infiltration rate and uniform slope. ഇനി ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സ്ട്രിപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ ലെങ്ത് ഓഫ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ജനറലി 100 to 400 മീറ്റേഴ്സ് വരെ ആവാം. അതേപോലെ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 20 മീറ്റേഴ്സ് ആയിരിക്കും. ഇതും കൂടെ ഓർത്ത് വെക്കുക. നമ്മൾ നമ്പർ ഓഫ് സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സ്ട്രിപ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 to 400 മീറ്റേഴ്സ് ആയിരിക്കും. അതേപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 20 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡിലും നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ലാൻഡിനെ നമ്പർ ഓഫ് സ്ട്രിപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒരു മെയിൻ സപ്ലൈ ചാനൽ ഉണ്ടാവും, അവിടെ നിന്ന് നമ്മുടെ ലാൻഡിലേക്ക് വെള്ളം ഒഴുക്കി വിടും. അപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ബോർഡേഴ്സ് അല്ലെങ്കിൽ ലെവീസ് ഉപയോഗിക്കും. വെള്ളം ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് ഫ്ലോ ചെയ്യും. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിഫോം സ്ലോപ്പ് ആയിരിക്കണം. ഭയങ്കര മൈൽഡ് സ്ലോപ്പിലൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആവുക. ഹയർ സ്ലോപ്പ് ആണെങ്കിൽ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് പെട്ടെന്ന് ഫ്ലോ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ മീഡിയം ഇൻഫിൽട്രേഷൻ റേറ്റ് ഉള്ള സോയിലിനും കൂടിയാണ് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവുക. അടുത്തൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഇതൊക്കെ ഫ്ലഡിങ് മെത്തേഡാണ് പറയുന്നത്. ഫ്ലഡിങ്ങിൽ തന്നെ കൺട്രോൾഡ് ഫ്ലഡിങ് ആണ്. ചെക്ക് ഫ്ലഡിങ് അല്ലെങ്കിൽ ഇറിഗേഷൻ ബൈ പ്ലോട്ട് അല്ലെങ്കിൽ ലെവീസ് മെത്തേഡ് എന്ന് പറയും. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ മെത്തേഡ്? നമ്മളെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന നെൽകൃഷി കണ്ടിട്ടില്ലേ, വയൽ കണ്ടിട്ടില്ലേ? വയലിൽ നമ്മൾ എന്താ ചെയ്യുക, വയലിനെ നമ്മൾ നമ്പർ ഓഫ് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ലെവീസ് അല്ലെങ്കിൽ വരമ്പ് വെച്ചിട്ടല്ലേ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, വെള്ളം തങ്ങി നിർത്തും, വെള്ളം കെട്ടി നിർത്തും. ഈ ഒരു ടൈപ്പ് മെത്തേഡാണ് ചെക്ക് ഫ്ലഡിങ് അല്ലെങ്കിൽ ഇറിഗേഷൻ ബൈ പ്ലോട്ട് അല്ലെങ്കിൽ ലെവീസ് മെത്തേഡ്. അതായത് ഈ ഒരു രീതിയിൽ ഉണ്ടാവും. ഇത് നമ്മുടെ പാടമാണെന്ന് കരുതുക. ഇത് വരമ്പാണ്, ഇതും വരമ്പാണ്. അപ്പോൾ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുമല്ലോ, വെള്ളം ഇവിടെ കെട്ടി നിൽക്കും, ഇവിടെയും കെട്ടി നിൽക്കും. അപ്പോൾ നമ്മൾ ലെവീസ് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്പർ ഓഫ് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക.
ഓക്കെ, ലെങ്ത് വൈസിലും നമ്മൾ ആദ്യത്തെ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡിൽ എന്താണ്, ലെങ്ത് വൈസിൽ മാത്രമാണ് ലെവീസ് ഉള്ളത്. ലെങ്ത് വൈസിൽ മാത്രമേ ലെവീസ് ഉള്ളൂ. ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് അത് ഫ്ലോ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ മെത്തേഡിൽ ഫ്ലോ ഇല്ല, വെള്ളം കെട്ടി നിർത്തുകയാണ് ചെയ്യുക. ലെങ്ത് വൈസിലും ക്രോസ് വൈസിലും 2 ഡയറക്ഷനിലും ലെവീസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെള്ളം തങ്ങി നിർത്തും. ഇത് എപ്പോഴും സ്യൂട്ടബിൾ ആവുക നമ്മളെ പാഡി അല്ലെങ്കിൽ സെറൽസ് ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഇത് സ്യൂട്ടബിൾ ആവുക. നമ്മുടെ നാട്ടിലെ പാടം ഓർത്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ഇത് പറഞ്ഞേ, ലെവീസ് ഇൻ ലെങ്ത് വൈസ് ആൻഡ് ക്രോസ് വൈസ് ഡയറക്ഷൻ. ഇനി നമ്മൾ ഫീൽഡിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ലെവീസ് ഹൊറിസോണ്ടലും 2 ഡയറക്ഷനിലും ലെങ്ത് വൈസിലും ക്രോസ് വൈസ് ഡയറക്ഷനിലും കൊടുക്കും. ഫീൽഡിനെ റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് ഡിവൈഡ് ചെയ്യുക. ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു റെക്ടാങ്കുലർ ഓർ സ്ക്വയർ ഷേപ്പ്. ഇങ്ങനെ റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞ് ഏരിയ അല്ലേ, ഇപ്പം നമുക്കിവിടെ കാണുന്ന ഈ ഒരു കുഞ്ഞ് ഏരിയനെ നമ്മൾ എന്ത് പറയും, പ്ലോട്ട് എന്ന് പറയും. ഈ ഏരിയനെ നമ്മൾ പ്ലോട്ട് എന്നാണ് പറയുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എവിടെയാണ് സ്യൂട്ടബിൾ ആവുക, പാഡി ഒക്കെയാണ് എക്സാമ്പിൾ. അതേപോലെ തന്നെ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ ഓഫ് 1 പ്ലോട്ടാണ്, ഏരിയ ഓഫ് 1 പ്ലോട്ടാണ് പറയുന്നത്. ഏരിയ ഓഫ് 1 പ്ലോട്ട് എന്ന് പറയുന്നത് സാധാരണ 400 to 500 മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ കൊടുക്കാറ്. ഒരു പ്ലോട്ടിൻ്റെ ഏരിയ സാധാരണ 400 മുതൽ 500 മീറ്റർ സ്ക്വയർ വരെയാണ് നമ്മൾ കൊടുക്കാറ്. നമ്മുടെ നാട്ടിലെ പാടം ആലോചിച്ചാൽ മതി, വയൽ ആലോചിച്ച് നോക്കുക. അവിടെ എന്താണ്, വരമ്പ് കെട്ടി വെള്ളം അതിൽ തങ്ങി നിർത്തിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുക. ആ ഒരു ടൈപ്പ് മെത്തേഡാണ് ഈ പറഞ്ഞ ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുന്നത്. വെള്ളം തങ്ങി നിർത്തി കൃഷി ചെയ്യും. ഇനി അവിടെ അങ്ങനെ ഏരിയനെ നമ്മൾ ലെങ്ത് വൈസും ക്രോസ് വൈസും ലെവീസ് കൊടുക്കും, എന്നിട്ടാണ് ഒരു പ്ലോട്ടാക്കി മാറ്റുന്നത്. ഈ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 400 to 500 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അടുത്തൊരു മെത്തേഡ്, കുറേ മെത്തേഡ് ഉണ്ട് കേട്ടോ, ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബേസിൻ ഫ്ലഡിങ് അല്ലെങ്കിൽ റിംഗ് ബേസിൻ മെത്തേഡ് എന്നും പറയും. അതർ നെയിംസ് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ, തെങ്ങിനൊക്കെ തടമെടുക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഈ രീതിയിൽ തെങ്ങ് പോലെ ഒറ്റൊരു മരത്തിന് അല്ലെങ്കിൽ 2 മരത്തിന് വേണ്ടിയിട്ടോ, ഇപ്പോൾ തെങ്ങാണെങ്കിൽ ഒരു തെങ്ങിന് വേണ്ടിയിട്ടോ 2 തെങ്ങിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, തടമെടുത്തിട്ട് അതിൽ വെള്ളം തങ്ങി നിർത്തുന്നതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബേസിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഒരു മരം ഉണ്ടാവും, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് തടമെടുക്കുക എന്ന് പറയുന്നത്. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബേസിൻ എന്ന് പറയുക. അതായത് തടമെടുക്കുന്നതിനെയാണ് ബേസിൻ എന്ന് പറയുക. ഒരു ചെടിക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 1 or 2 ചെടിക്ക് കമ്പൈൻ ആയിട്ട് നമുക്ക് തടമെടുത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തടത്തിൽ എന്ത് ചെയ്യും, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം ഇവിടെ തങ്ങി നിൽക്കുമല്ലോ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആയിക്കോളും. അപ്പോൾ ഇവിടെ എന്താണ് ഓർത്ത് വെക്കേണ്ടത്, one basin is provided for തടമെടുത്തുള്ള കൃഷി, അതാണ് ഉദ്ദേശിക്കുന്നത്. 1 basin is provided for 1 or 2 plants. ഇനി ഏറ്റവും കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഫ്രൂട്ട് ഗാർഡൻസിലൊക്കെയാണ്. അതാണ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫ്രൂട്ട് ഗാർഡൻസിൽ അതേപോലെ ഓർക്കാഡ്സിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് ടൈപ്പ് മെത്തേഡാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് ഗാർഡൻസ് ആൻഡ് ഓർക്കാഡ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ബേസിൻ മെത്തേഡാണ്. കോമൺലി യൂസ്ഡ് ഇൻ fruit gardens or orchards. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ബേസിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലേ, സർക്കുലർ ഷേപ്പ് ആവാം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആവാം. ബേസിൻ സാധാരണ നമ്മൾ ഏറ്റവും കോമൺ സർക്കുലർ ഷേപ്പ് ആണ്, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പിലും കൊടുക്കാറുണ്ട്. അപ്പം ബേസിൻ നമുക്ക് ഏതൊക്കെ ഷേപ്പിലാവാം, ബേസിൻ ഈസ് സർക്കുലർ ഓർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. സർക്കുലർ ഷേപ്പ് ആവാം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആവാം. ഇനി ബേസിൻ ഫ്ലഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറച്ച് മതിയല്ലോ. ഇപ്പം നമ്മളൊരു നാട്ടിൽ, നമ്മളൊരു ഫീൽഡിൽ കുറേ മരങ്ങളുണ്ടെന്ന് വിചാരിക്കാം. കുറേ മരങ്ങളുണ്ട്, നമ്മൾ മൊത്തം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോ മരത്തിനും തടമുണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും കമ്പാരിറ്റീവ്ലി.
അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് എക്സാമ്പിൾ ഫോർ കൺട്രോൾഡ് ഫ്ലഡിങ്, സിഗ്സാഗ് മെത്തേഡ്. സിഗ്സാഗ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫീൽഡ്, ഇതെൻ്റെ ഫീൽഡാണെന്ന് കരുതുക. ഈ ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെവീസ് ഉപയോഗിച്ചുകൊണ്ട് കുറേ ബൺസ് ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് ബൺസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു മെയിൻ സപ്ലൈ ഉണ്ടാവും വെള്ളത്തിൻ്റെ. മെയിൻ സപ്ലൈയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് കയറി ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടല്ലേ ഫ്ലോ ചെയ്യുക. ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സ്ട്രിപ്സ് ആയിട്ട് ലെവി വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണിത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഇതിലേ കയറി കണ്ടോ സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അതായത് വെള്ളം ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് എത്താനുള്ള സമയം വളരെ കൂടുതലല്ലേ. ഇൻലെറ്റിൽ നിന്ന് വെള്ളം കയറി സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിനേക്കാളും ഒരുപാട് സമയം ആ ഒരു പ്ലോട്ടിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. ഇൻലെറ്റിൽ നിന്ന് വെള്ളം കയറി ഔട്ട്ലെറ്റിലേക്ക് വളരെ സ്പീഡായിട്ടല്ല എത്തിയത്, പകരം സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം കൂടുതൽ എടുത്തിട്ടാണ് ഔട്ട്ലെറ്റിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരുപാട് സമയം വെള്ളം ആ ഒരു ഫീൽഡിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് സിഗ്സാഗ് മെത്തേഡ് എന്ന് പറയുന്നത്. റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് ലെവീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യുക. ഇത് പിന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് എപ്പോഴും സ്ലോപ്പ് വളരെ കുറവുള്ള ഏരിയാസിലാണ്, അല്ലെങ്കിൽ സ്മോൾ സ്ലോപ്പുള്ള ഏരിയാസിലാണ്. ഇതിൻ്റെ ഒരു ഫീൽഡ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ സപ്ലൈ എന്ന് പറയുന്നത്. മെയിൻ സപ്ലൈയിൽ നിന്ന് ഇതിലേക്ക് കയറി സിഗ്സാഗ് ആയിട്ട് വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ടോ. അപ്പോൾ കുറേ സമയം ഫീൽഡിൽ തങ്ങി നിൽക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ എഫിഷ്യൻസി, അല്ലെങ്കിൽ ഫീൽഡിലേക്ക് വെള്ളം എത്തുന്നതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. അതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്ലോട്ട് ഈസ് ഡിവൈഡഡ് ഇൻറ്റു rectangular or square shape with levees. അതേപോലെ തന്നെ സ്മോൾ സ്ലോപ്ഡ് ഏരിയാസിലാണ് അല്ലെങ്കിൽ സ്മോൾ സ്ലോപ്ഡ് ഗ്രൗണ്ടിലാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏത് മെത്തേഡിലുള്ളത്? കൺട്രോൾഡ് ഫ്ലഡിങ്ങിലുള്ളത്. കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ ആരൊക്കെ പറഞ്ഞു? സിഗ്സാഗ് മെത്തേഡ് ഉണ്ട്, ബേസിൻ ഫ്ലഡിങ് ഉണ്ട്, ചെക്ക് ഫ്ലഡിങ് ഉണ്ട്, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് ഉണ്ട്, ഫ്രീ ഫ്ലഡിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇത്രയും മെത്തേഡ്സ് പറഞ്ഞത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്? ഫ്ലഡിങ് മെത്തേഡിലാണ്. ഓക്കെ, ഫ്ലഡിങ് മെത്തേഡിൻ്റെയാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടുകൂടി സർഫസ് ഇറിഗേഷൻ്റെ ടൈപ്സ് കഴിഞ്ഞു. സർഫസ് ഇറിഗേഷൻ്റെ ടൈപ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലേക്കാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സബ് സർഫസ് ഇറിഗേഷൻ ആണ്. ഓക്കെ, സബ് സർഫസ് ഇറിഗേഷൻ ആണ്. സർഫസ് ഇറിഗേഷൻ്റെ കാറ്റഗറീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സബ് സർഫസ് ഇറിഗേഷനിലേക്ക് പോവുകയാണ്. സബ് സർഫസ് ഇറിഗേഷൻ്റെ പ്രത്യേകത, അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ വെള്ളം നമ്മൾ റൂട്ട് സോണിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെള്ളം നമ്മൾ എവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും? റൂട്ട് സോണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അണ്ടർഗ്രൗണ്ട് പൈപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ റൂട്ട് സോണിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കിയേ, ഇവിടെ കൃഷിയുണ്ട്. ഇവിടെ കണ്ടോ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളൊരു പൈപ്പ് ഉണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴി വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പൈപ്പിന് പെർഫറേഷൻസും ഉണ്ടാവും. ഈ ഒരു പൈപ്പിന് കുറേ പെർഫറേഷൻസ് ഒക്കെ ഉണ്ടാവും. അതുവഴി വെള്ളം എന്ത് ചെയ്യും? റൂട്ട് സോണിലേക്ക് എത്തും. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പിന് ഒരുപാട് പെർഫറേഷൻസ് ഉണ്ടാവും. ഈ പെർഫറേഷൻസ് വഴി നമ്മൾ വെള്ളം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റൂട്ട് സോണിലേക്ക് വെള്ളം എത്തും. അപ്പോൾ ഇത് സർഫസിൽ, ഇവിടെയുള്ള സബ് സർഫസിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ റൂട്ടിലേക്ക് തന്നെ ഡയറക്റ്റ് വെള്ളം എത്തിക്കോളും. റൂട്ട്സിലേക്ക് ഡയറക്റ്റ് വെള്ളം എത്തിക്കോളും. നമ്മളെ സർഫസ് ഇതാണല്ലോ. ഈ സർഫസിലേക്ക് വെള്ളം വരുന്നുണ്ടോ? ഇല്ലല്ലോ. റൂട്ട് സോണിൽ മാത്രമല്ലേ വെള്ളം വരുന്നുള്ളൂ, സർഫസിലേക്ക് വെള്ളം വരത്തില്ല. ഇതെപ്പോഴും ഒരു മോഡറേറ്റ് സ്ലോപ്പുള്ള ഏരിയാസിലാണ് സ്യൂട്ടബിൾ ആവുക. അതേപോലെ തന്നെ ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള സോയില് അല്ലെങ്കിൽ ഹൈലി ഇംപെർമിയബിൾ ആയിട്ടുള്ള സോയില്, ഈ രണ്ട് കേസ് വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള സോയിലായിക്കോട്ടെ, ഹൈലി ഇംപെർമിയബിൾ ആയിട്ടുള്ള സോയിലായിക്കോട്ടെ, നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പ്രത്യേകത എഫക്റ്റീവായിട്ട് റൂട്ട് സോണിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് വാട്ടർ applied to root zone of crop with the help of underground pipe. അതേപോലെ തന്നെ this method does not wet
സർഫസ് ഓഫ് സോയിൽ മോഡറേറ്റ് സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ ഹൈലി പെർമിയബിൾ, മോഡറേറ്റ് സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളിലും അതേപോലെ ഹൈലി പെർമിയബിൾ ഓർ ഹൈലി ഇംപെർമിയബിൾ സോയിലുള്ള സ്ഥലത്തും നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് വെള്ളം റൂട്ട് സോണിലാണ് കൊടുക്കുന്നത്. അണ്ടർഗ്രൗണ്ട് പൈപ്പ്, പെർഫറേഷൻസ് ഉള്ള അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴി വെള്ളം റൂട്ട് സോണിലേക്ക് കൊടുക്കുന്നു. സർഫസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. സർഫസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോസസ്, ഇവാപറേഷൻ ലോസസ് ഒക്കെ ഇവിടെ കുറവായിരിക്കും. ഫിഗർ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് പ്ലാന്റിന്റെ താഴെ കൂടെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഉണ്ടാവും റൂട്ട് സോണിൽ. ആ അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴിയാണ് വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ മെത്തേഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്. സ്പ്രിംഗ്ലർ ഇറിഗേഷന് നമ്മൾ ഓവർഹെഡ് ഇറിഗേഷൻ എന്നും പറയും. കാരണം എന്താണ്? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതാണ് ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഇത് ഭൂമിയുടെ സർഫസിൽ, സോയിലിന്റെ സർഫസിലേക്ക് ഡയറക്റ്റ് അല്ലല്ലോ വെള്ളം കൊടുക്കുന്നത്. ഒരു മുകളിൽ ഹയർ ലെവലിൽ നിന്നാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓവർഹെഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ പോലെ 24 hours ഇങ്ങനെ കറങ്ങുന്ന സ്പ്രിംഗ്ലേഴ്സ് ഉപയോഗിച്ച് വെള്ളം ഫീൽഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും ഇത്. ഏറ്റവും എഫിഷ്യൻസി, വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണിത്. മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡാണ്. അതേപോലെ തന്നെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും കൂടുതലാണ്. എത്ര വരെ വരും വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ ജനറലി 80 to 85% എങ്കിലും എഫിഷ്യൻസി ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നത്? പൈപ്പ് വെച്ച് ഇങ്ങനെ അടിക്കില്ലല്ലോ, സ്പ്രേ പോലെയാണ് കൊടുക്കുന്നത്. സ്പ്രേയിങ് ആണ് ചെയ്യുന്നത്. വാട്ടർ സ്പ്രേ പോലെയാണ് അടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രേ ഫോമിലാണ് സപ്ലൈ ചെയ്യുന്നത്. വാട്ടർ അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് സ്പ്രേ. ഇനി ഇത് എവിടെ അഡോപ്റ്റ് ചെയ്യുക? ഇത് അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ അഡോപ്റ്റഡ് ഇൻ എക്സസീവ് സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇറഗുലർ ടോപ്പോഗ്രഫി ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. എക്സസീവ് സ്ലോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോപ്പ്, ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ട്. ഈ സ്ലോപ്പിൽ നമ്മൾ വെള്ളം കൊടുത്താൽ ഒഴുകി താഴത്തേക്ക് പെട്ടെന്ന് പോകുമല്ലോ. നമ്മുടെ സസ്യങ്ങൾക്കൊന്നും ഇത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്പ്രിംഗ്ലർ കൊടുക്കുകയാണെങ്കിലോ സ്മോൾ ഡ്രോപ്ലെറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എഫക്റ്റീവ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ഒന്ന് എക്സസീവ് സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളിൽ, അതേപോലെ ഇറഗുലർ ടോപ്പോഗ്രഫി ഉള്ള സ്ഥലങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ വെള്ളം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? സ്പ്രിംഗ്ലർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് വെള്ളം യൂണിഫോം ആയിട്ടാണ് ഫീൽഡിലേക്ക് എത്തുക. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് സ്പ്രിംഗ്ലർ മെത്തേഡ് തന്നെയാണ്. യൂണിഫോം ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എക്സാമിന് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൊരു സെറ്റാണ്. സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടെറൈൻ പറയും, ഈ ടെറൈനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ഗാർഡൻസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറച്ച് പഴയ മെത്തേഡ്സ് ആണ്. പക്ഷേ നമ്മൾ ഈ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് റെഫർ ചെയ്ത് പഠിക്കുക, ഫിഗറൊക്കെ വെച്ച് പഠിക്കുക. ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.